പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 45-ാം ദിനം. പരിചയമുള്ള ഒരു കടയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജോലിക്കാരനായ രാജുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടയുടമ പറഞ്ഞു, അച്ചോ, ഇവൻ എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ 10 വർഷമായി. വലിയ വിദ്യാഭ്യാസവും കഴിവുമൊന്നുമില്ല, പക്ഷേ ഒന്നുണ്ട്, അങ്ങേയറ്റം വിശ്വസ്തനാണ്. ഒരുപാട് മിടുക്കനായാൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടന്നെന്നു വരില്ല. എനിക്ക് ഇവനെ മതിയച്ചോ. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ യഹോവ തിരഞ്ഞെടുക്കുന്നത് ഈജിപ്തിൽ നിന്ന് സ്വന്തം ജീവൻ രക്ഷിക്കുവാനായി പേടിച്ചോടിയവനും വിക്കനുമായ മോശെയാണ്. ഹിൽക്കിയാവിൻ്റെ മകനായ യിരെമ്യാവിനെ തൻ്റെ പ്രവാചകനായി വിളിച്ചുകൊണ്ട് താൻ അയക്കുന്നിടത്തേക്ക് നീ പോകണമെന്ന് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ അവൻ്റെ മറുപടി, ഞാൻ ബാലനാണെന്നും സംസാരിക്കുവാൻ തനിക്ക് പാടവമില്ല എന്നുമാണ്. ശൗൽ ദൈവത്തിൻ്റെ മുൻപിൽ അപ്രിയനായി തീരുമ്പോൾ അവന് പകരം ഇശായിയുടെ പുത്രനെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും അവനെ നീ രാജാവായി അഭിഷേകം ചെയ്യണമെന്നും ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് ഇശായിയുടെ ഭവനത്തിലെത്തുന്ന ശമൂവേലിൻ്റെ മുൻപിൽ ഇശായി തൻ്റെ കഴിവുള്ള മക്കളെയൊക്കെ നിരത്തി നിർത്തുന്നുണ്ട്, ദാവീദിനെ ഒഴിച്ച്. സ്വന്തം പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും മുൻപിൽ പോലും കഴിവ് കുറഞ്ഞവനായി ചിത്രീകരിക്കപ്പെട്ട ദാവീദിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യ സമൂഹത്തിൽ നിന്ന് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ ഭൂരിഭാഗവും കടലിനോട് മല്ലിടാൻ മാത്രം അറിയാവുന്ന മുക്കുവരായിരുന്നു. പിടിവാശിക്കാരനായ തോമസും ചുങ്കക്കാരനായ മത്തായിയും ഒറ്റുകാരനായ യൂദായുമൊക്കെ ചേരുന്നതായിരുന്നു കർത്താവിൻ്റെ ശിഷ്യ സമൂഹം. ഇന്ന് വളർന്നു പന്തലിക്കുന്ന ഏതൊരു പ്രസ്ഥാനവും സ്ഥാപനവും ആഗ്രഹിക്കുന്നത് വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ കഴിവുള്ള ആളുകളെയാണ്. എന്നാൽ ലോകമെങ്ങും പടർന്നു പന്തലിക്കേണ്ട ദൈവരാജ്യത്തിൻ്റെ അംബാസിഡർമാരായി യേശു കർത്താവ് തിരഞ്ഞെടുത്തത് ലോകദൃഷ്ടിയിൽ വിജ്ഞാനികളല്ലാത്ത, കഴിവുകളില്ലാത്ത ആളുകളെയായിരുന്നു. വിക്കനായ മോശയും ബാലനായ യിരെമ്യാവും മാതാപിതാക്കളാൽ പോലും മാറ്റി നിർത്തപ്പെട്ട ദാവീദും വിവരദോഷികളെന്ന് സ്വയം വിശേഷിപ്പിക്കുവാൻ പോലും മടിയില്ലാതിരുന്ന അപ്പോസ്തലന്മാരുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തവരായി നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുമ്പോൾ അവരിലൂടെ വൻകാര്യങ്ങൾ ചെയ്തവനായ ദൈവത്തെയാണ് നാം തിരിച്ചറിയേണ്ടത്. സ്വന്തം കഴിവിനും തീരുമാനങ്ങൾക്കും അപ്പുറം ദൈവത്തിൽ ശരണപ്പെടുവാനും ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള മനസ്സാണ് അവരെയൊക്കെ ശക്തരായ വ്യക്തികളാക്കി മാറ്റിയത്. വിക്കനും പേടിച്ചോടിയവനുമായ മോശയുടെ മുൻപിൽ മഹാനായ ഫറവോൻ നിഷ്പ്രഭനാകുന്നതും ചെങ്കടൽ വഴിമാറി കൊടുക്കുന്നതും കാണുമ്പോൾ സംസാരിക്കുവാൻ കഴിവില്ല എന്ന് പരിഭവം പറഞ്ഞിരുന്ന യിരെമ്യാവ് ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രവാചകരിൽ ഒരാളായി വിലയിരുത്തപ്പെടുമ്പോൾ ആട്ടിടയനായ ദാവീദ് ഇസ്രായേലിലെ എക്കാലത്തെയും ശക്തനായ രാജാവായി പ്രഘോഷിക്കപ്പെടുമ്പോൾ മുക്കുവരും സാധാരണക്കാരുമായ അപ്പോസ്തലന്മാർ സഭയുടെ വളർച്ചയുടെ വലിയ ചാലശക്തികളായി തീരുമ്പോൾ കഴിവുകെട്ടവനും പുറന്തള്ളപ്പെട്ടവനുമെന്ന് ഞാനും നിങ്ങളും സ്വയം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്നിലൂടെയും നിങ്ങളിലൂടെയും വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിമിഷനേരം മതി എന്ന് മനസ്സിൽ കുറിക്കുക. ഞാനും നിങ്ങളും സുല്ലിട്ട് പിന്മാറുന്നിടത്ത് നിന്ന് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതേ, ലോകദൃഷ്ടിയിൽ വില കൽപ്പിക്കപ്പെടാത്തവരെ നോക്കി അവിടുന്ന് സ്നേഹത്തോടും താല്പര്യത്തോടും കൂടെ പറയുകയാണ്, എനിക്ക് നിന്നെ മതി. എല്ലാവർക്കും അനുഗ്രഹകരമായൊരു ദിവസം ആശംസിക്കുന്നു.
സസ്നേഹം ഈപ്പനച്ചൻ.